വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂക്ഷ്മതയുള്ളവരായി, തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാന്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 നമ്മളിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് തന്നെ പിന്മാറുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ റമളാനിന്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ ഒരാഴ്ചക്കാലം എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ ആത്മപരിശോധന, അത് വേണ്ടവിധം അതർഹിക്കുന്ന പരിഗണനയും ഗൗരവവും നമ്മൾ നൽകിക്കൊണ്ട് തന്നെ ആയിരുന്നോ എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളുടെ പ്രഥമ ബാധ്യതയാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഖബറിൽ കിടക്കുന്ന ഒരു ഖബറാളിയോട് എന്തെങ്കിലും ഒരാഗ്രഹം അയാളോട് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന നിങ്ങളാണ് അയാളോട് ചോദിക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളോട് ആ ആഗ്രഹം പകരം പറയുക, നിങ്ങളുടെ റമളാനിന്റെ ഒരു ദിവസം എനിക്ക് തരൂ എന്നുള്ളതാണ്. നമ്മുടെ ബാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വല്യുപ്പമാർ, വല്യമ്മമാർ, അതല്ലെങ്കിൽ അവർക്കും മുമ്പേ കഴിഞ്ഞു പോയവരൊക്കെ ഇന്ന് ഖബറിലാണ്. ഇത് നമ്മളുടെ ഉത്തരവാദിത്ത ബോധത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. നമുക്കുള്ള ഈ അവസരം മരണപ്പെട്ടു പോയവർക്കില്ല. മരണപ്പെട്ടു പോയവർ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യവുമില്ല എന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ ഒരു അവസരമില്ല. അപ്പോൾ മരണത്തിന് മുമ്പ് നമുക്ക് കിട്ടിയ ഒരു റമളാൻ എന്നുള്ളത് മറ്റേത് ഓഫർ ലഭിക്കുന്നതിനേക്കാളും നമുക്ക് പടച്ചവൻ തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അനുഗ്രഹം തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നമുക്ക് വാങ്ങിച്ചു തരിക. അനുഗ്രഹം കൊണ്ടല്ലാതെ മനുഷ്യർക്ക് ശിക്ഷ നേടിത്തരുന്ന കുറ്റങ്ങൾ ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ട് കൂടിയായിരിക്കും. നമ്മൾ ചെയ്യാറുള്ള കുറ്റങ്ങളെക്കുറിച്ച്, നമുക്ക് വരാറുള്ള പാകപ്പിഴവുകളെക്കുറിച്ച്, അതല്ലെങ്കിൽ നമ്മളിലുള്ള ദുസ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതെല്ലാം അല്ലാഹു തന്ന നിഅമത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഒരാൾക്കൊരു അഹങ്കാരമുണ്ടെങ്കിൽ, തലക്കനമുണ്ടെങ്കിൽ, അയാൾക്ക് അല്ലാഹ് കൊടുത്ത ഒരു അനുഗ്രഹം അയാളുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് അഹങ്കാരവും തലക്കനവും തോന്നിയത്. ഒരാൾക്ക് കണ്ണുകൊണ്ടൊരു തെറ്റ് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന്, അതല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർക്ക് നഷ്ടമായ ഒരു കാഴ്ചശക്തി അല്ലാഹു അനുഗ്രഹം കൊടുത്തിരിക്കുന്നു. ആ അനുഗ്രഹത്തെ വെച്ചുകൊണ്ടാണ് അയാൾ തെറ്റ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യം. ഒരു രോഗാവസ്ഥയിൽ പെട്ടു നോക്കട്ടെ, നമുക്ക് ആർക്കും ഈ ലോകത്തോട് തന്നെ പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടാവില്ല. പടച്ചവനോട് വല്ലാത്ത അടുപ്പമായിരിക്കും. ജീവിതത്തിലെ നമ്മളെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന തിരക്കുകൾ നമ്മൾ മാറ്റിവെക്കും. രാവിലെ ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷം നമ്മൾ കൊണ്ടുപിടിച്ച ഓട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഓട്ടമൊക്കെ മാറ്റിവെക്കും. നമ്മൾ കിടക്കും. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാന ആരോഗ്യമാണ് എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യത്തിൽ തിരിച്ചുവരവ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മനുഷ്യർ, നിങ്ങൾ അവരോട് പോയി ചോദിച്ചു നോക്കൂ. അവർ പറയും, ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ
നടത്താമായിരുന്ന ഇബാദത്തുകളുടെ വലുപ്പത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ റമദാൻ അനുഗ്രഹമാണ് എന്നുള്ളതോടൊപ്പം തന്നെ ഈ റമദാനിൽ നമുക്ക് കാഴ്ചശക്തിയുണ്ട്, ഈ റമദാനിൽ നമുക്ക് ആരോഗ്യമുണ്ട്. ഇതൊക്കെ നമ്മളുടെ വലിയ ഉത്തരവാദിത്തത്തെയും അള്ളാഹുവിനോട് തപിച്ച, അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പശ്ചാത്താപബോധമുള്ള മനസ്സോടുകൂടി മടങ്ങാനുള്ള ഒരു അവസരം, അവസാനത്തെ അവസരമാണ്. മരണപ്പെട്ടു പോയ ആളുകൾ, ഈ അടുത്തൊക്കെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ, അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ ഒരു റമദാൻ അവർക്ക് കിട്ടില്ല എന്നൊന്നും കരുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടിയ ആളുകളെ സംബന്ധിച്ച് പടച്ചവൻ കരുതുന്നത് ഇയാള് വേണമെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തിക്കോട്ടെ എന്നാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പടച്ചവൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരുമ്പോ യഥാർത്ഥത്തിൽ നന്ദിപൂർവം അള്ളാഹുവിലേക്ക് ഡയറക്ഷൻ, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ്, ഞാൻ എന്നെ ഇതാ നിന്നിലേക്ക് തന്നെ തിരിച്ചു വച്ചിട്ടുണ്ട് പടച്ചവനെ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു സമയം കൂടിയാകണം പരിശുദ്ധ റമദാൻ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റമദാനിൽ നമ്മൾ കാര്യമായും ഇതൊരു ഷഹറുൽ ഖുർആനാണ്, ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ കയ്യിലെടുത്ത് ഖുർആനല്ല നമ്മൾ കയ്യിലെടുക്കുന്ന മുസ്ഹഫാണ്. ഖുർആൻ മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സൗകര്യപൂർവം നമ്മൾ പേജിൽ ഒതുക്കിയതിനെയാണ് അറബി ഭാഷയിൽ എന്ത് പറയുന്നത്? മുസ്ഹഫ് എന്ന് പറയുന്നത്. മുസ്ഹഫ് എന്ന് പറഞ്ഞ പേജുകൾ ചട്ടയിലാക്കി മാറ്റിയ പുസ്തകം എന്നാണ് അർത്ഥം. രണ്ട് ചട്ടകൾക്കിടയിൽ മാ ജുമിഅ ബൈന ദുഫത്തൈനി എന്നാണ്. രണ്ട് ചട്ടകൾക്കിടയിലുള്ള പേജുകൾ എന്നാണ് എന്തിന്റെ അർത്ഥം? മുസ്ഹഫ് എന്നുള്ളതിനർത്ഥം. അപ്പോൾ നമ്മളുടെ വീടുകളിൽ ഇപ്പോൾ മുസ്ഹഫുകൾ ഖുർആനാകുന്ന സമയമാണ്. അതായത് ഖുർആൻ, അൽ ഖുർആനുൽ അലീം എന്നോ അൽ ഖുർആനുൽ കരീം എന്നൊക്കെ അതിന് പുറമെ ഇങ്ങനെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മുസ്ഹഫുകളാണ്, പേജുകളിലുള്ള ഖുർആനാണ്. ആ പേജുകളിലുള്ള ഖുർആൻ നമ്മളുടെ പഠനത്തിനും പാരായണത്തിനും മറ്റു മാസങ്ങളിൽ നിന്ന് താരതമ്യേന കൂടുതൽ വിധേയമാകുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാനിൻ്റെത്. അപ്പോൾ ഈ പരിശുദ്ധ റമദാൻ വരുമ്പോ നമ്മളൊരു ആവൃത്തി, ഒരു തല മുതൽ മറുതല വരെ ഒരാവൃത്തിയൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും. അങ്ങനെ നടത്തുന്നത് വലിയ കാര്യമാണ്. ഞാൻ അതിനെ വില കുറച്ചുകൊണ്ടൊന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ഖുത്ബയിൽ സ്വാഭാവികമായും ഒരു ഖുർആൻ പഠനത്തിന്റെ ഒരു തലത്തിലേക്കൊന്നും എത്തപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ അവരുടെ ബുദ്ധിശക്തിയും പടച്ചവൻ അവർക്ക് കൊടുത്തിട്ടുള്ള സമയവും ജീവിതത്തിൽ ഐശ്വര്യവും ഒക്കെ മുൻനിർത്തി അവർ നടത്തേണ്ട ഒന്നാമത്തെ അവരുടെ ചുമതല വിശുദ്ധ ഖുർആൻ പഠനമാണ്. കാരണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരാൾക്ക് ഈ ഭൂമിയിൽ പടച്ചവൻ പറഞ്ഞതിന് പ്രകാരം ജീവിക്കുക സാധ്യമല്ല. ഇടയ്ക്ക് ഏതെങ്കിലും ഒരാൾ ഖുതുബ പറഞ്ഞു തരുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനത്തിൽ പോയി പ്രസംഗങ്ങൾ കേൾക്കുന്നതോ ഇതൊന്നുമല്ല. അതൊക്കെ ചിലപ്പോൾ ആ വിഷയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ചിലപ്പോൾ ആ പ്രഭാഷണത്തിലോ ഖുതുബയിലൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് അള്ളാഹുവിന്റെ അടിമകൾക്ക്, ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ അടിമകൾക്ക് താൻ ഉദ്ദേശിച്ചത് 6236 സൂക്തങ്ങളിലൂടെ അവരിലേക്ക് എത്തിക്കണം എന്ന തീരുമാനത്തിൽ അള്ളാഹ് ഈ ലോകത്ത് വെച്ച സംവിധാനത്തിന്റെ പേരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതോടൊപ്പം അദ്ദേഹത്തിന് മേൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ. ഇതങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു കൊടുക്കും ഈ പണി. ഇസ്ലാമിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് മതങ്ങളെ പോലെയല്ല. മറ്റു മതങ്ങളെ പോലെ എന്ന് പറയാൻ, മറ്റു മതങ്ങൾ അതിനു മുമ്പുണ്ടായ മതങ്ങളല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ലോകത്തെ ആദ്യത്തെ സന്മാർഗ ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. പക്ഷെ പിന്നീട് മനുഷ്യർ അവരുടെ പടച്ചവനിലേക്കുള്ള സാമീപ്യത്തിന്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന് അവരുടെ കൃത്രിമ വഴികൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പൗരോഹിത്യം. അതായത് പുരോഹിതന്മാരെ, തങ്ങളുടെ മതപണ്ഡിതന്മാരെ മാത്രം എല്ലാം ഏൽപ്പിച്ച് അവർ ഞങ്ങളുടെ ഇടയാളന്മാരും മധ്യവർത്തികളും അവർ നമ്മളുടെ മീഡിയേറ്റേഴ്സ് ഒക്കെ ആയിക്കോളും എന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് റുഹ്ബാനിയത്തൻ ഇബ്തദഊഹ. യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യം കൃത്രിമമായി അവർ നിർമ്മിച്ചതാണ്. ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അതായത് അങ്ങനെ ഒരു പൗരോഹിത്യം ഇല്ല ഇസ്ലാമിൽ. അതായത് ഞാൻ പഠിക്കേണ്ടതും നിങ്ങൾ പഠിക്കേണ്ടതും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതും
അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് അടുപ്പം, അതിനുള്ള ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യൻ പഠിക്കേണ്ടതും ഒരുപോലെയാണ് എന്നാണ് സാരം. ഇപ്പൊ സ്വാഭാവികമായിട്ടും അക്കൂട്ടത്തിൽ കൂടുതൽ പഠിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും, അത് പ്രശ്നമില്ല. കൂടുതൽ പഠിക്കുന്ന, അതിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന, ഓരോ വിഷയത്തിലും ഗവേഷണ ഖനന മനന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ടാവും, അത് ശരിയാണ്. കൂടുതൽ ചില ആളുകൾ പഠിക്കും, അത് ശരിയാണ്. പക്ഷെ കുറവ്, മിനിമം അറ്റ്ലീസ്റ്റ് 6236 ആയത്തുകളുടെ അർത്ഥവും ഒരു പ്രാഥമിക വിശദീകരണവും പഠിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിശക്തിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമർഥ്യവും നൽകിയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരാവർത്തി വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം അറിയാത്ത ആളുകളുണ്ട്. അതായത് അള്ളാഹ് നമ്മളോട് എന്ത് പറയണം എന്ന് അള്ളാഹ് തീരുമാനിച്ച സംഗതി ഇപ്പോഴും നമുക്കറിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ എല്ലാവരും അറബി ഭാഷയിൽ തന്നെ ഇത് വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് 2026 ഫെബ്രുവരിയിൽ അതല്ലെങ്കിൽ മാർച്ചിൽ ഇന്ന് നമുക്ക് നമ്മളുടെ ഒരു സാധ്യത അനുസരിച്ച് പഠിക്കാനുള്ള കഴിവോ അവസരമോ ഇല്ലാത്ത പ്രശ്നമില്ല. പഴയ കാലത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു, ഒരു 50 കൊല്ലം മുമ്പുള്ള ആളുകൾക്ക് അത് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കതില്ല. ഇന്ന് നമുക്ക് അതിനുള്ള അവസരങ്ങൾ കൂടുതലാണെന്ന് മാത്രമല്ല, നമ്മൾ സമയം ചെലവഴിച്ചാൽ പരിശുദ്ധ റമളാനിനെ മുൻനിർത്തിയിട്ട് റമളാനിൽ തുടങ്ങി റമളാനിൽ അവസാനിക്കുന്ന ഒരു പ്രൊജക്റ്റും നോമ്പിൻ്റെതായിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഖുർആനോത്ത് തന്നെ, ഈ 30 ദിവസം ഓതുന്ന ഖുർആനോത്തുണ്ടല്ലോ, ഈ നമ്മൾ ഈ 30 ജുസ് തന്നെ ആക്കിയത് റമളാന് വേണ്ടിയിട്ടാണ്, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. വിശുദ്ധ ഖുർആൻ 30 ജുസ് ഒന്നല്ല, 30 ജുസ് ആക്കിയിട്ട് അള്ളാഹ് അവതരിപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്തായിട്ടാണ് അവതരിപ്പിച്ചത്. 30 ജുസ് സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞ് താബികളുടെ കാലത്തുണ്ടാവുന്നത്. അതായത് 30 ദിവസം വിശുദ്ധ ഖുർആനിനെ പകുത്ത് ഓതാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് 30 ജുസ്. ഇത് 30 ദിവസം കൊണ്ട് 600 പേജ് ഒരു 20 ദിവസം എടുത്ത്, അതല്ലെങ്കിൽ 20 പേജ് വീതം 30 ദിവസം കൊണ്ട് ഓതാൻ വേണ്ടി 30 × 20 600 പേജ് അങ്ങനെ ആക്കിയതാണ്. അല്ലാതെ 30 ജുസ് എന്ന് പറയുന്ന ഒരു ക്രമീകരണം പഠനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ സ്വഹാബിമാരുടെ കാലത്ത് നിങ്ങൾക്കറിയോ, സ്വഹാബിമാരുടെ കാലത്ത് അത് ഏറ്റവും ചുരുങ്ങിയത് അത് 7 മൻസിൽ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. മൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ഓരോ കേന്ദ്രം. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയും ആദ്യത്തെ 3 സൂറത്തും, അതിനുശേഷമുള്ള 5 സൂറത്ത്, അതിനുശേഷം 7 സൂറത്ത്, അതിനുശേഷം 9 സൂറത്ത്, അതിനുശേഷം 11, 13, അവസാനത്തെ 7ാമത്തെ ദിവസം 65 സൂറത്ത്. 7 ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യും? പാരായണം ചെയ്ത്. നിങ്ങൾക്കറിയോ, നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ വയനാട് ഉമ്മുൽഖുറയിലെ കുട്ടികൾ, KC ഫൗണ്ടേഷനിലെ കുട്ടികൾ ഒരു ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഖത്തം ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട്, റമളാനിലെ ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഖത്തം ചെയ്തു തീർത്തവര്. കഴിഞ്ഞ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു യമനി പണ്ഡിതനായിരുന്നു. ഞാൻ സൗദിയിൽ പോയപ്പോൾ റിയാദിൽ നിന്ന് ജിദ്ദയിലേക്ക് ഉംറയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആൾ. നോമ്പ് 5ാം നോമ്പ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം അൽ ബക്കറയുടെ 3ാം പേജ് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ ഖുർആൻ ഓതാൻ വൈകിയതാണോ. അല്ല, അദ്ദേഹത്തിന്റെ 2ാമത്തെ ഖത്തമാണ്. ഒരു ഖത്തം കഴിഞ്ഞു 3 ദിവസം കൊണ്ട്. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനോട് ബന്ധമുള്ളവർ അതിലിരിക്കുന്നതും വായിക്കുന്നതും അത്രമേൽ അഗാധമായ ബന്ധം പുലർത്തുന്നതും. പരിശുദ്ധ റമളാനിൽ നമുക്ക് 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 5ഉം 10ഉം ഖത്തമൊക്കെ കഴിയും. 5ഉം 10ഉം ഖത്തം അങ്ങനെ കഴിയലല്ല പ്രധാനം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ വായിച്ചു തീരൽ മാത്രമല്ല, വായിച്ചു തീരുക എന്നുള്ളതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുക. അപ്പൊ അത് റമളാൻ അതിന്റെ ഒരു തുടക്കമായിരിക്കും. ഈ റമളാന്റെ 30 ദിവസം എടുത്ത് മുഴുവൻ ഖുർആൻ നമ്മൾ പഠിച്ചു തീരുക എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതിന് ഒരു 1 by 1 എന്താണ് അതിന്റെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് കിട്ടണം. അതിനുള്ള ഒരു പ്രാഥമികമായ ഒരു അറിവ്, വിശുദ്ധ ഖുർആനിലേക്കുള്ള നമ്മളുടെ ഒരു പ്രവേശിക എന്നുള്ള നിലയിൽ ചെറിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങളുണ്ട് അതിന്. ഇപ്പോൾ ഖുർആൻ പഠനത്തിന് ഒരു മുഖവുര, ഒരു പുസ്തകം, മലയാളത്തിലുള്ള പുസ്തകമാണ്.
അതല്ലെങ്കിൽ ഖുർആനിലേക്കുള്ള പാത. ഖുർറം മുറാദിന്റെ പുസ്തകമാണ്, മലയാളത്തിൽ അത് വിവർത്തനം ചെയ്ത് IPH പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും പഠിക്കേണ്ടത്, ഓരോ വിഷയങ്ങളും പഠിക്കേണ്ടത്, അതിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാം, എത്ര കാലമെടുത്ത് പഠിക്കാം. ഇത് ഏതോ ഒരു ഖുർആൻ സ്റ്റഡി സെന്ററിലോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രഭാഷണങ്ങളുടെ സമ്മേളനങ്ങളിലേക്കൊക്കെ പോയത് കൊണ്ടോ തീരൂല്ല പ്രിയപ്പെട്ടവരെ. റമളാൻ ഒരു അവസരമായിട്ട് അതിലേക്ക് കടക്കാൻ നമ്മളുടെ ഒരു പ്ലാൻ ഇല്ലാത്ത ജീവിതം, പ്ലാൻ ഇല്ലാത്ത തീരുമാനങ്ങൾ, ഡിസിഷനും ഡിറ്റർമിനേഷനും രണ്ട് കാര്യമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും ഡിസിഷൻ ഉണ്ടാവാൻ 1 മിനിറ്റ് മതി എന്നാണ്. പക്ഷെ ഡിറ്റർമിനേഷൻ എന്നുള്ളത്, അതായത് തീരുമാനിച്ച കാര്യത്തിലുള്ള നിശ്ചയദാർഢ്യം എന്നുള്ളത് വളരെ കുറഞ്ഞ മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾ, 10-18 വയസ്സെത്തിയവർ, 20 വയസ്സെത്തിയവർ, അവരൊക്കെ ഒരു 25-30 വയസ്സിനുള്ളിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി അതിന്റെ പഠനം കഴിഞ്ഞിരിക്കണം. വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല, മറിച്ച് ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു നട്ടുച്ച സമയത്ത് അവർക്ക് ഉപകാരപ്പെടുമായിരുന്ന പല കാര്യങ്ങളും അവർക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോയതിന് കാരണം ഈ അറിവ് അവർക്ക് ലഭ്യമാകാത്ത പലരും ചില കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു അറിവ് ഉള്ളത് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു ബോധമില്ലായിരുന്നു. അതല്ലെങ്കിൽ അല്ലി അർജ, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, പടച്ചോനെ കുറച്ചും കൂടി സമയം തന്നാൽ ഞാനിത് പഠിക്കായിരുന്നു, കുറച്ചും കൂടി സമയം തന്നാൽ ഞാനിത് മനസ്സിലാക്കാമായിരുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 2026 ശാസ്ത്ര സാങ്കേതിക വിദ്യയും കമ്മ്യൂണിക്കേഷനും അതല്ലെങ്കിൽ പുതിയ കാലത്തെ എല്ലാവിധ സൗകര്യങ്ങളും, ഇതിനൊക്കെ നെഗറ്റീവ് മാത്രമല്ല നമ്മൾ പറയാം, പോസിറ്റീവും കൂടിയൊക്കെ ഉണ്ട് ഈ ഉപകരണങ്ങൾക്കും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലടക്കം അത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു അവസരം നമുക്കുണ്ട്. ഇത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വളരെ രസകരമായ, ഒരുപക്ഷെ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് അത്രമേൽ ചേർത്ത് വെക്കാവുന്ന ഒരു ഉദ്ധരണി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയാം, ലൗ അലിമന്നാസു മാ ഫി ഖിറാഅത്തിൽ ഖുർആൻ ബിത്തദബ്ബുർ, ലൗ അലിമന്നാസ് ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഫി ഖിറാഅത്തിൽ ഖുർആനി ബിത്തദബ്ബുർ, ഖുർആൻ ഓതുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം തദബ്ബുർ, സൂക്ഷ്മമായി ആലോചിക്കാനും ചിന്തിക്കാനും പറ്റുന്ന രീതിയിൽ അത് ഓതാൻ, അങ്ങനെ ഓതുന്ന, അങ്ങനെ ഖിറാഅത്ത് ചെയ്യാൻ തനിക്ക് പറ്റുന്ന ഒരു അവസരമുണ്ടെന്ന് ഒരാൾ അറിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്താണ് അതിന്റെ രഹസ്യം എന്നൊരാൾക്ക് അറിഞ്ഞാൽ, തദബ്ബുർ നടത്തി, തദബ്ബുർ എന്ന് പറഞ്ഞാൽ ദുബുർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ പുതിയ ചിന്തകൾ കിട്ടും. അതിനെയാണ് തദബ്ബുർ എന്ന് പറയുക. ആഴത്തിലിരുന്ന് ചിന്തിക്കുന്നതിനെയാണ് തദബ്ബുർ എന്ന് പറയുക. അപ്പൊ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ പ്രക്രിയയിൽ ലൗ അലിമന്നാസു മാഫി, ജനങ്ങൾ അതിലുള്ളത് എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ, ലസ്തഗല്ലൂ ബിഹാ അൻ കുല്ലി മാ സിവാഹ, അവരെല്ലാവരും ബാക്കിയുള്ള എല്ലാ പണി മാറ്റിയിട്ട് എന്ത് ചെയ്യും, അത് പരമാവധി ഉപയോഗപ്പെടുത്തും. ലസ്തഗലൂ ബിഹ, അവർ അതിൽ തന്നെ വ്യാപൃതരായിരിക്കും. അൻകുല്ലി മാസിവ, ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ തൽക്കാലം കുറച്ച് മാറ്റിവെക്കാമെന്ന് കരുതി അവർ ഇതിനുകൂടി ഒരു സമയം കണ്ടെത്തും. ഫൈദാ ഖറഅഹു ബിതഫക്കുരിൻ ഹത്താ മർറ ബിആയത്തിൻ വഹുവ മുഹ്താജുൻ ഇലൈഹാ ഫീ ശിഫാഇ ഖൽബിഹി, അങ്ങനെ ഒരു പ്രാഥമികമായ ഒരു അർത്ഥം കിട്ടിയിട്ട് പിന്നെ അയാളുടെ വക ഒരു ആലോചന കൂടി ഉണ്ടാകുമ്പോൾ, ഇത് പണ്ഡിതന്മാർ എഴുതി വെച്ചത് അതേപോലെ കാണാതെ പഠിക്കൽ മാത്രമല്ല കേട്ടോ, വിശുദ്ധ ഖുർആൻ ഓരോ വ്യക്തിയോടും സംസാരിക്കും. നമ്മളോട് ഇത് സംസാരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത് പഠിക്കണം, അർത്ഥസഹിതം പഠിക്കണം എന്ന് പറഞ്ഞത്. ഈ അർത്ഥസഹിതം പഠിച്ചു കഴിഞ്ഞ് പിന്നീട് വീണ്ടും വീണ്ടും ഓതുമ്പോൾ പുതിയ ആയത്തുകളിൽ നിന്നുള്ള പുതിയ ചിന്തകൾ, തന്നോട് മാത്രമായി വിശുദ്ധ ഖുർആൻ മന്ത്രിക്കുന്ന മന്ത്രണങ്ങൾ, തനിക്ക് വേണ്ട കാഴ്ചപ്പാടുകൾ ഖുർആൻ തരുന്നതായ അയാൾക്ക് മനസ്സിലാകും. എന്നല്ല വഹുവ മുഹ്താജുൻ ഇലൈഹാ ഫീ ശിഫാഇ ഖൽബിഹി, അയാളുടെ ഹൃദയം തേടുന്ന ഒരു സാന്ത്വനം, അയാളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ അയാൾക്ക് ലഭിക്കുന്നതായി അയാൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കർററഹാ വലൗ മിഅ മറ ഔ ലൈല, അങ്ങനെ ആ ആയത്ത് തന്നെ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, 100 തവണ ഓതും. ഒരായത്ത് തന്നെ 100 തവണ പാരായണം ചെയ്യും. പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അയാൾ കുത്തിയിരിക്കും. ചില പണ്ഡിതന്മാരുടെ
പ്രത്യേക ഗുണങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് കേൾക്കുന്നതാണ്. നമ്മൾ ഓതുന്ന പോലെ ഇങ്ങനെ ഒരു തല മുതൽ മറുതല വരെ ഓതുക എന്നുള്ളത് മാത്രമല്ല, ഒരു പേജിൽ അതല്ലെങ്കിൽ ഒരു സൂറത്തിലൊക്കെ ഒരു ദിവസം പൂർണ്ണമായി അവരിയ്ക്കും. അത്രമേൽ അവർക്ക് ഇൽഹാം ലഭിക്കുന്ന, അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകമായ ജ്ഞാനം മറ്റു പണ്ഡിതർക്കോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ലഭിക്കാത്ത തനിക്കാവശ്യമുള്ള എന്തോ ഒന്ന് അതിൽ നിന്ന് നിർഗളിച്ച് വരുന്നതായിട്ട്, അതിൽ നിന്ന് ഉറവ പൊട്ടി വരുന്നതായിട്ട് അവർക്ക് തോന്നുമെന്നാണ്. നമുക്കും അങ്ങനെ ഉണ്ട്, നമുക്കും അങ്ങനെ ആവശ്യം. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രാഥമിക പഠനം നടത്തിക്കഴിഞ്ഞ എല്ലാവർക്കും അതിൽ കുത്തിയിരിക്കാൻ ഒരു ആഗ്രഹം കൂടി ജനിക്കുമ്പോൾ അയാളുടേതായ പ്രത്യേകമായ ഒരാവശ്യ പൂർത്തീകരണമായി വഹുവ മുഹ്താജുൻ ഇലൈ ഫീ ശിഫാഇ ഖൽബി വഹുവ മുഹ്താജുൻ ഇലൈഹാ ഫീ ശിഫാഇ ഖൽബി, നമ്മളുടെ ഹൃദയത്തിന്റെ സാന്ത്വനം ലഭിക്കേണ്ടുന്ന എന്തോ ഒന്ന്. ചിലപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന ആയത്തായിരിക്കില്ല വേറൊരാൾക്ക് ക്ലിക്കാവുക, ചിലവർക്ക് കിട്ടുന്ന സ്പാർക്ക് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഇരിക്കും എന്നുകൂടി ഇവിടെ പറയാം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ ഒരു കൃത്യമായൊരു ടൈം ടേബിൾ എന്നുള്ളതിനേക്കാൾ നമ്മുടെയൊക്കെ പഠനങ്ങളൊക്കെ വ്യത്യസ്ത ലെവലിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലർക്കൊക്കെ അറബി ഭാഷയുടെ ഒരു പ്രാഥമിക അറിവൊക്കെ ഉണ്ടാവുക. അവർ ഒരു മലയാളം തഫ്സീറൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക. മലയാളം തഫ്സീറൊക്കെ ഉപയോഗിച്ച് വായിച്ച് പഠിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് പുതിയ കാലത്ത് പ്രത്യേകിച്ച്. അവര് പയ്യെ ഒരു അറബി ഭാഷയുടെ ഒരു പ്രാഥമികമായ ചെറിയ കുഞ്ഞു കുഞ്ഞു തഫ്സീറുകളുണ്ട്, അതിലേക്ക് കയറുക. ഒട്ടും സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വിശുദ്ധ ഖുർആനിന്റെ ഒരു അനാട്ടമി, ആ മുസ്ഹഫിന്റെ ഒരു ശരീരശാസ്ത്രം ഒന്ന് പഠിക്കുക. എന്താണ് മുസ്ഹഫിലുള്ളത്? ഈ 114 സൂറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു യഥാർത്ഥത്തിൽ അതെന്താണ്? ഇപ്പോ മക്കി, മദനി, ഹിജറക്ക് മുമ്പ് അവതരിച്ചതിനെ മക്കി എന്ന് പറയുന്നു. ഹിജറക്ക് ശേഷം ഇനി അത് മക്കയിൽ അവതരിച്ചാൽ പോലും അതിനെ എന്ത് പറയുന്നു? മദനി എന്ന് പറയുന്നു. ഇതിൽ 114 സൂറത്താണുള്ളത്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എല്ലാ സൂറത്തിനും മുമ്പ് സൂറത്തുൽ ഫാത്തിഹ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ തുറവിയാണത്, തുറസ്സാണത്. സൂറത്തുൽ ഫാത്തിഹേ ഉള്ളൂ വിശുദ്ധ ഖുർആനിൽ, ഖാത്തിമില്ല, അവസാനമില്ല. തുറക്കുന്നു. ഈ തുറക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സൂറത്തുൽ ഫാത്തിഹ, ഒരു സംശയമില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ നിങ്ങൾക്ക് കുത്തിയിരുന്നാൽ അൽഹംദുലില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇതിലൊക്കെ നിങ്ങൾ സമയം ചെലവഴിക്കാൻ ആലോചിച്ചാൽ നിങ്ങൾക്ക് എഴുതിക്കഴിഞ്ഞ തഫ്സീറുകൾ തന്നെ ഇതിന്റെ വിശദീകരണത്തിൽ വായിച്ചാൽ തീരൂല. അത്രമേൽ ഹൃദയഹാരിയായി എങ്ങനെയാണ് അള്ളാഹിന്റെ റഹ്മത്ത്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാലിക് യൗമിദ്ദീൻ, നാളെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായി നിൽക്കുന്ന പടച്ചവനെ കുറിച്ചുള്ള സങ്കല്പം, പടച്ചവനോട് ഇബാദത്ത്, ആകെക്കൂടി അതിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ. പടച്ചവനോട് പറയാൻ. പിന്നെ പ്രാർത്ഥനയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നയിക്കണമേ. ഏതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം? ഈ സിറാത്തുൽ മുസ്തഖീം അള്ളാഹ് പറയുന്നുണ്ട്, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീം. ഇതാണ്, ഈ ഖുർആൻ തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ് വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഏത് സൂറത്തിന് മുമ്പ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതാനുള്ള കാരണം അതാ. വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്ത് ഓതുന്നതിന് മുമ്പ് ഒരു സൂറത്തുൽ ഫാത്തിഹ നമ്മളൊന്ന് ഓതണം. നമസ്കാരത്തിൽ ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്, നമസ്കാരത്തിൽ നിർബന്ധമായ ഒരേ ഒരു സൂറത്തുള്ളൂ, ഏതാ? സൂറത്തുൽ ഫാത്തിഹയാണ്. കാരണം അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഉള്ളറകൾ തുറക്കുന്നതാണ്. അതാണ് ചാവി. ആ ചാവിയിൽ നിന്നാണ് നിങ്ങൾ വാതില് തുറന്ന് ഇതിലേക്ക് കയറുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആന്റെ ഓരോ ഭാഗങ്ങൾ, സൂറത്തു അൽ ബഖറ മുതൽ സൂറത്തു അത്തൗബ വരെയുള്ള തിവാൽ എന്ന് പറഞ്ഞാൽ, തൊവീൽ എന്ന് പറഞ്ഞാൽ നീണ്ട സൂറത്തുകൾ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൂടുതൽ നിയമങ്ങളും അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളൊക്കെ അപഗ്രഥിച്ചുകൊണ്ടുള്ള വിശകലനങ്ങളും വിശ്വാസി സമൂഹത്തിനുള്ള ഒരു ലെജിസ്ലേഷൻ, നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായും എന്ന് തന്നെ പറയാം, ഒരു 95% കിടക്കുന്നത് ഈ സൂറത്തു തൗബ വരെയുള്ള ആദ്യത്തെ 5-10 സൂറകളിലാണ്. പിന്നീട് അതിനുശേഷം അതിനെ നമ്മൾ പറഞ്ഞു പോരാറുള്ളത് അൽ മിഊൻ എന്നാണ്. മിഊൻ എന്ന് പറഞ്ഞാൽ മിഅത്ത് എന്ന് പറഞ്ഞാൽ 100ആണ്. പിന്നെ അതിനുശേഷമുള്ള ഈ ദീർഘമായ സൂറത്തുകൾക്ക് ശേഷമുള്ള 100-100-ലധികമോ ആയത്തുകളുള്ള സൂറകൾ, അതിനുശേഷമുള്ളതിനെയാണ് നമ്മൾ അൽ മസാനി എന്ന് പറയുന്നത്. 100-നടുത്ത് അതിന് താഴെ കിടക്കുന്ന സൂറകൾ അൽ മസാനി എന്ന് പറയും. അതുപോലെ തന്നെ അവസാന ഭാഗത്ത് സൂറത്തുൽ ഹുജറാത്തിന്, സൂറത്തു കാഫിനൊക്കെ ശേഷം അവസാനം സൂറത്തു നാസ് വരെ കിടക്കുന്ന ചിതറിക്കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു സൂറത്തുകൾ, അതിനെയാണ് നമ്മൾ അൽ മുഫസ്സിലാത്ത് എന്ന് പറയുന്നത്.
ഇത് ഞാൻ പറഞ്ഞതിനർത്ഥം ഒരു ഖുത്തുബയിലോ ഏതോ ഒരു ക്ലാസ്സിലോ നിങ്ങൾക്കിത് ഒരു 23 കൊല്ലത്തെ വിശുദ്ധ ഖുർആൻ പഠനം പൂർത്തീകരിച്ച് തരിക എന്നുള്ളത് സാധ്യമല്ല. നമ്മളുടെ പഠനം കൂടി അത് ആവശ്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ ചുറ്റും അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാ സംഘടനകളുടെയും എല്ലാ ഖുർആൻ പഠന വേദികളുടെയും ഭാഗമായിട്ടുണ്ട്. സ്വതന്ത്രമായി പുസ്തകങ്ങൾ തന്നെ മലയാളത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെടുത്തി ഏകദേശം 300-ലധികം പുസ്തകങ്ങളുണ്ട്. തഫ്സീർ അല്ല കേട്ടോ, 300-ലധികം പുസ്തകങ്ങളുണ്ട്. ഇനി അറബി ഭാഷയാണ് നിങ്ങൾക്ക് തടസ്സമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. അറബി ഭാഷ ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. കാരണം അറബി ഭാഷ എന്നുള്ളത് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠനത്തിന് നാം എളുപ്പത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അള്ളയാണ് പറയുന്നത്, നാട്ടുകാരാ പറഞ്ഞത് ഇത് ബുദ്ധിമുട്ടാണെന്ന്. അള്ള പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഇത് എളുപ്പത്തിലാണ് നാം വെച്ചിട്ടുള്ളത്. ഫഹൽ മിൻ മുദ്ദക്കിർ, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് അള്ളയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കുടുങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, നീ കുടുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പടച്ചോൻ ഇതിങ്ങോട്ട് പഠിച്ച് അതുപോലെ തന്നെ ഇതിന്റെ ആശയങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇല്ല, നിങ്ങൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ വെണ്ണയിൽ നിന്ന് നൂലെപ്രകാരം വലിച്ചെടുക്കാൻ സാധിക്കുന്നു അത്രമേൽ മൃദുവായ ഒരു അനുഭവമായി വിശുദ്ധ ഖുർആൻ പഠനം മാറുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും തന്നെ നമ്മളോട് ജാമ്യം നിന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് എത്രയാണ് ആവർത്തിച്ച് പറഞ്ഞതെന്നറിയോ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഇത് ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? എളുപ്പമാണ്. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിൽ ആശയം കൊണ്ട് മാത്രമല്ല ആമുഖമാകുന്നത്. ആശയം കൊണ്ട് മാത്രമാണ് ആമുഖമാകുന്നതെങ്കിൽ നമുക്ക് പിന്നീട് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഖുർആനിൽ 78,000 വാക്കുകളാണ് ഉള്ളത്. മൊത്തത്തിൽ 600 പേജില് 15 വരികളില് ഓരോ വരികളിലും ഒരു എവറേജ് 9 വാക്കുകൾ വെച്ച് നോക്കിയാൽ 78,000 വാക്കുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഈ 78,000-ൽ 7,800 വാക്കും സൂറത്തുൽ ഫാത്തിഹയിലുള്ളതാണ്. അതായത് ഖുർആനിന്റെ 10% വാക്കുകൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞ ആൾക്ക് കഴിഞ്ഞു. പിന്നെ 90% വാക്കാണ്. പിന്നീട് അടിയിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു സൂറത്തുകളുണ്ട്. സൂറത്തുൽ നാസ് മുതൽ നിങ്ങൾ സൂറത്തുൽ ഫീൽ വരെയുള്ള 10 സൂറകൾ കുഞ്ഞു സൂറത്തുകളുള്ളൂ. ഇതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞാൽ നമുക്കറിയോ 30,000-ഓളം വാക്കുകൾ കഴിയുന്നുണ്ടെന്ന്. അവസാന ഭാഗത്ത് കുഞ്ഞു സൂറത്തുകൾ പടച്ചോൻ ഉദ്ദേശപൂർവ്വം തന്നെയാണ് ഇടുന്നത്. അമ്മ ജുസ് പഠിച്ചു കഴിഞ്ഞ ആൾക്ക് പിന്നീട് അറബി ഭാഷയിൽ തന്നെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നതിന് തടസ്സമായിട്ട് 10,000-ൽ താഴെ വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. എത്ര അത്ഭുതത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും കുറച്ചുകൂടി ഒരു ശാസ്ത്രീയമായ ഒരു സമീപനം നമ്മളുടെ പഠനത്തിൽ ഉണ്ടാവുകയും നമ്മളുടെ പഠനം എന്നുള്ളത് ഒരു ബുദ്ധി മാത്രമല്ല ഒരു ഹൃദയം കൂടി വെക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ സാധിച്ചാൽ തീർച്ചയായും ഈ റമളാൻ എന്നുള്ളത് വരുന്ന കുറച്ച് കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠനം പൂർത്തിയാക്കാനുള്ള ഒരു പ്രേരകമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും സുന്ദരമായ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്തിനും നല്ല തുടക്കം എന്നുള്ളത് ആവശ്യമാണ്. വലിയ ഇന്ന് തന്നെ ഒരു സൂറത്ത് പഠിക്കുന്നൊന്നും തീരുമാനിക്കണ്ട, ഇന്നൊരു ആയത്ത് പഠിക്കുമെന്ന് തീരുമാനിച്ചാൽ മതി. ആ ഒരു ആയത്തിന്റെ നല്ലൊരു പഠനം ചിലപ്പോൾ നിങ്ങൾ 2 ആയത്തിലേക്കോ 5 ആയത്തിലേക്കോ ഒക്കെ എത്തിക്കും. അത് പിന്നീട് വേറൊരു കാര്യം. പക്ഷെ ഒരു ദിവസം ഒരു ആയത്ത് ഞാൻ പഠിക്കുമെന്നുള്ളത് വ്യക്തിപരമായൊരു ഡിറ്റർമിനേഷൻ, വല്ലാത്തൊരു നിശ്ചയദാർഢ്യം അതിലുണ്ടാവുക. ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ചാർജിങ് തുടങ്ങുന്നത്, എൻ്റെ എനർജി എനിക്ക് ലഭിക്കുന്നത് ഈ ആയത്തിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഈ ഖുർആൻ പാരായണത്തിൽ നിന്നാണ് എന്ന് വരുമ്പോ തീർച്ചയായും അത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്നുള്ളതും അള്ളാഹുവിനോട് മനുഷ്യൻ എന്നുള്ള നിലക്ക്, വിശ്വാസി എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നില്ല എന്നൊരു ആത്മവിശ്വാസവും നമുക്ക് നൽകും. പരസ്പരാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.